അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇപ്പം നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ചാനലുകളിലായിക്കോട്ടെ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മകള് ഹോർത്തൂസിൽ പങ്കുവെച്ച അവളുടെ കുറച്ച് നിലപാടുകളും അഭിപ്രായങ്ങളൊക്കെ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നിൽക്കുന്നു. എനിക്ക് പറയാൻ മാഡത്തോട് ചോദിക്കുകയാണ്. മാഡത്തിന് പറഞ്ഞ കൾച്ചർ റിലീജിയൻ്റെ മേലെ വരുന്നു, ഖുർആൻ്റെ മേലെ കൾച്ചർ വരുന്നു. ഇപ്പോൾ മക്കയിൽ ആ കഴബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം, അവിടെ തൊടാം. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു, തൊടുന്നു, ആ കഴബാലയം തൊടുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണത്. അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മറിയം ബീവി ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, പള്ളിയിൽ ജീവിച്ചിരുന്നു, പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു, പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു, സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ? ഈ ചോദ്യം കുറച്ച് ഇതാണ്, എനിക്കറിയാം. അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ ഈ കുട്ടിക്ക്. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. ഈ വീഡിയോ കണ്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും വളരെ കൃത്യമാണ് അല്ലെങ്കിൽ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത്. പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതായത് മറിയം ബീവിൻ്റെ ചരിത്രം എടുത്തിട്ടും അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ള കഅബ ഹറം, അതിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചത്. ആ കുട്ടിയുടെ ഉത്തരം ആയിക്കോട്ടെ അതേപോലെ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിലാണ് ആ കുട്ടിയും ഉത്തരം പറഞ്ഞത്. പക്ഷേ ഈ ഒരു ചോദ്യത്തിനും അല്ലെങ്കിൽ ഈ ഒരു ഉത്തരത്തിനും വളരെയധികം ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ തങ്ങൾ ആ ഉത്തരത്തെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉത്തരത്തെ തിരുത്തിക്കൊണ്ട് ഇതൊരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം തിരുത്തിയത്, മറിച്ച് പരമ്പരാഗതമായിട്ടുള്ള പണ്ഡിതന്മാരുടെ ജ്ഞാനത്തിൽ നിന്നുമാണ് അദ്ദേഹം തിരുത്തിയത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിനോട്, ആ കുട്ടീൻ്റെ ഉത്തരത്തിനോട് നിനക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? ആ കുട്ടി വ്യക്തമായി മറുപടി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ നേരത്തെ നുബില സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം അത് തിരുത്തിയ പോസ്റ്റിൽ ഇട്ടതും നമ്മൾ വായിച്ചതാണ്. അതായത് പണ്ഡിതന്മാരുടെ ജ്ഞാനത്തിൽ നിന്ന് അത് അത്രത്തോളം എത്തിയിട്ടില്ലാത്തൊരു കുട്ടിയാണ് മറുപടി പറഞ്ഞത്. അതിനുള്ള പിന്നെ പ്രശ്നം അതിൽ വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അത് തിരുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവിടെയും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളി പ്രവേശനം സ്ത്രീകൾക്ക് വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുട്ടി പറഞ്ഞ ഉത്തരം പ്രശ്നമാണ് എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇസ്ലാമികമായിട്ട് നമ്മൾ പ്രവാചകന്റെ തിരുസുന്നത്തും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അവലംബിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ. അള്ളാഹുവിന്റെ ഭവനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്ത്രീകൾക്ക് നേരെ തടയരുത്, അള്ളാഹുവിന്റെ അടിയാത്തികൾക്ക് നേരെ അത് തടയരുത് എന്ന് പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരാളുടെ ഇണ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ അവരെന്ത് ചെയ്യണം, അത് രാത്രിയിലായാൽ പോലും അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റ് ഹദീസുകൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇഅ്തികാഫ് റിലേറ്റഡ് ഒരു ഹദീസ് വരുന്നുണ്ട്. അപ്പം അദ്ദേഹം റമളാനിലെ അവസാനത്തെ 10 വഫാത്ത് ആകുന്നത് വരെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത്, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യമാരായിട്ടുള്ള ആളുകളും ഇഅ്തികാഫിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹയ്ക്ക് ശേഷം, നമ്മൾ നമസ്കാരത്തിലെ ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്ന സൂറത്തിന്റെ ദൈർഘ്യം ഞാനൊന്ന് കുറച്ചു. കാരണമായിട്ട് പറയുന്നത് പിറകിലുള്ള കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട്, അതായത് സ്ത്രീകളുടെ കൂടെയുള്ള കുട്ടികൾ അവരുടെ മാതാക്കൾക്ക് ബുദ്ധിമുട്ടാകരുത് എന്ന് കരുതി ഞാൻ ആ ആയത്തിന്റെ ദൈർഘ്യം കുറച്ചു, അല്ലെങ്കിൽ ഓതുന്നത് കുറച്ചു എന്ന് അദ്ദേഹം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പള്ളിയിൽ എന്തുണ്ടായിരുന്നു, സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പൊ പ്രാമാണികമായിട്ട് യാതൊരു തെളിവും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീകളുടെ പള്ളി പ്രവേശനം ഒരു വിഭാഗം സ്ത്രീകൾക്ക് കേരളത്തിൽ തടയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നു ചരിത്രപരമായിട്ട് ഇതിന് ഒരുപാട് സ്വാധീനങ്ങൾ ഒരു പക്ഷേ വന്നിട്ടുണ്ടാവണം. ഇപ്പോൾ നമ്മൾ മറ്റ് സമൂഹങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതര മത സമുദായത്തിലുള്ള ആളുകൾ തന്നെ അവരിലും
സ്ത്രീകൾക്ക് വിലക്കുള്ള ഒരുപാട് ഇത് പല അമ്പല പ്രവേശനങ്ങളിലും മറ്റു യെസ് യെസ് കാര്യങ്ങളിലൊക്കെ അത് അവരുടെ വിശ്വാസം, നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് കൾച്ചറൽ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ്, ഇപ്പൊ കേരളീയ സമൂഹത്തിന്റെ ഒരു ചരിത്രമൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ മതത്തിന്റെ പേരിലും ഒരുപാട് ഇസ്ലാമിക സമൂഹത്തിലേക്കും തന്നെ കടമെടുത്ത് വന്നിട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അതൊരു സമൂഹത്തിന്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗം കൂടിയാണ്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ജാഹിലിയത്തിലെ കുറെ ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടമെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ തിരുത്തിക്കൊണ്ടൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഒരു കേരളീയ സമൂഹത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഇതര സമുദായങ്ങളുടെ ഒരുപാട് കാര്യങ്ങളും നമ്മുടെയും ദീനിലേക്ക് കൂടി ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റ് ഇതിൽ മൊത്തത്തിൽ നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൽ തന്നെ ഒരുപാട് ഇപ്പോൾ സതി പോലുള്ള സമ്പ്രദായങ്ങള്, അതുപോലെ സ്ത്രീകളെ കുറച്ചും കൂടെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ അവരെ ഒരു രണ്ടാം തരക്കാരായി മാറ്റി നിർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പലയിടങ്ങളിലായിട്ട് കാണാൻ പറ്റും. മതപരമായ രംഗങ്ങളിലാണ് കൂടുതലായിട്ടും അത് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിന്നെ ബേസിൽ കടമെടുത്ത് വന്നതായിട്ടുള്ള കുറേ സംഭവങ്ങൾ മതത്തിൻ്റെ പേരിൽ ഇന്നും നിലനിൽക്കുന്നതായിട്ടും കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു പള്ളിപ്രവേശനം വിലക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. പ്രാമാണികമായിട്ട് അതിന് യാതൊരു പിൻബലവും നമുക്ക് കാണാൻ കഴിയുന്നതല്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇപ്പൊ ആ കുട്ടീൻ്റെ ഉത്തരത്തിന് ആ കുട്ടി പറയുന്നത് കൾച്ചറൽ എഫക്റ്റ് ആണ്, മേ ബി ഭാവിയിൽ എന്തുണ്ടാവാം മാറ്റങ്ങൾ വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ തീരെ സ്ത്രീകൾ പള്ളിയിൽ പോവരുത് എന്ന് പറഞ്ഞത് ഇപ്പൊ യാത്രക്കാരികളാണെങ്കിൽ എന്ത് ചെയ്യാം, പള്ളിയിൽ കയറാം. യാത്രക്കാരികളാണെങ്കിൽ പള്ളിയിൽ കയറാം, വീട്ടിലാണെങ്കിൽ മാത്രം പള്ളിയിൽ പോകാൻ പറ്റില്ല, ആ രീതിയിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഉംറക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് ഹറമിൽ പ്രവേശിക്കാം. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പം ഇവര് ഇതിന് വെക്കുന്ന വലിയൊരു ന്യായം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വീടകങ്ങളാണ് ഉത്തമം എന്നാണ് അവര് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് മറ്റൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾ പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്കും അവർക്ക് സുന്നത്ത് നമസ്കാരങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇപ്പൊ സുന്നത്ത് നമസ്കാരം നമ്മൾ വീടുകളിൽ വെച്ചാണ് നിർവഹിക്കുന്നത് ഉത്തമമായതെങ്കിൽ പോലും നമ്മളത് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് എന്തല്ല കറാഹത്തോ ഹറാമോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതേ ഒരു അർത്ഥത്തിൽ നമുക്ക് ഇതിനെ കൂട്ടിവെക്കാം. സ്ത്രീകൾക്ക് ഒരിക്കലും പള്ളിയിൽ പോകൽ നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ കംഫർട്ടിനനുസരിച്ച് അവരുടെ വീടുകളിൽ നിന്നും അത് നിർവഹിക്കാവുന്നതാണ്. അപ്പൊ അതേസമയം അവർ പള്ളിയിലേക്ക് ഇറങ്ങിയാൽ, പള്ളിയിലേക്ക് പോകാൻ അവൾ ആഗ്രഹിച്ചാൽ അവൾക്ക് അതിനുള്ള അവസരം ഉണ്ടാവണം, തടയാൻ പാടില്ല. യെസ്, അത് നമ്മൾ തടയാൻ പാടില്ല. അപ്പൊ ഇസ്ലാമികപരമായിട്ടുള്ള കാഴ്ചപ്പാട് അതാണ്. ഒരിക്കലും അത് സ്ത്രീക്ക് പള്ളിയിലേക്ക് പോകൽ നിർബന്ധമല്ല, എന്നാൽ അവൾക്കത് ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള സാഹചര്യവും സംവിധാനങ്ങളും ഉണ്ടാവണം. അതാണ് മതം മുന്നോട്ട് വെക്കുന്നത്. അതെ. പക്ഷെ നമ്മളെ സമൂഹം എന്ത് ചെയ്യാണ്, മൊത്തത്തില് ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് പറയാണ് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത് ഇതില് വലിയൊരു വിരോധാഭാസം എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് മറ്റെല്ലാ ഇടങ്ങളിലും ഇപ്പം ഒരുപാട് ഇടങ്ങളില് സ്ത്രീകൾക്ക് ഒരു വിലക്കുമില്ലാതെ പല രംഗങ്ങളിലും അവർ ഇടപെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ ആരാധനാലയത്തിലേക്ക് അവരെന്ത് ചെയ്യുന്നു. അപ്പൊ ഈ ആശയം മുന്നോട്ട് വെക്കുന്ന ആളുകൾ തന്നെ നടത്തുന്ന പല നേർച്ചകൾ പോലെയുള്ള സംഭവങ്ങളിലൊക്കെ ഒരു വിലക്കുമില്ലാതെ, പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്ത്രീകൾ അവിടെയൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരാധനയുടെ കാര്യത്തിൽ മാത്രം ഒരു വിലക്ക് അവിടെ വരുന്നത് ഒരു വലിയൊരു വിരോധാഭാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുട്ടി പറഞ്ഞ പോലെ ചിലപ്പോൾ ഭാവിയിൽ മാറ്റങ്ങൾ വന്നേക്കാം. കാരണം അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ എഴുതാൻ പാടില്ല, വായിക്കാൻ പാടില്ല എന്നുള്ള ഒരു കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പഠിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന സ്ത്രീ നരകത്തിലാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പുരാതന കാലത്തുള്ള ആളുകളെ വരെ നമ്മളെ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ ആ സിസ്റ്റമൊക്കെ മാറി വന്ന് ഇപ്പോൾ സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ ഉന്നതിയിലെത്തുന്നു. പണ്ട് കാലത്ത് മദ്രസ സിസ്റ്റത്തിലൊന്നും സ്ത്രീകൾക്ക്, ഇപ്പം നമ്മൾ പഠിക്കുന്ന കരിക്കുലത്തിലടക്കം പഴയ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് അവിടെയൊക്കെ പറയുന്നത് എന്താ, സ്ത്രീകൾ ഇസ്ലാമിക് ലോയിൽ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, അടിച്ചമർത്തുന്നു, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള രീതിയിൽ ഇപ്പോഴും പഠിക്കുന്ന പുസ്തകങ്ങളിലുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ ഭാവിയിൽ ചിലപ്പോൾ ആ കുട്ടി പറഞ്ഞതുപോലെ മാറ്റങ്ങൾ വന്നേക്കാം. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതും മെഡിക്കൽ കോളേജുകൾ, ലോ കോളേജുകൾ പോലെയുള്ള ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് മാത്രം പണിയുന്ന രൂപത്തിലേക്ക് ഇത്തരം ആശയങ്ങൾ, സ്ത്രീ എഴുത്തും വായനയും പഠിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു സമുദായം തന്നെ അതിനുവേണ്ടി അതിൻ്റെ പ്രചാരകരായിട്ട്, സ്ത്രീ വിദ്യാഭ്യാസത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രചാരകരായിട്ട് മുന്നോട്ട് വന്നത് എന്നുള്ളത് നമ്മളെ കാലം സാക്ഷിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ ഫാത്തിമ നർഗീസ് ആ വീഡിയോയിൽ പറഞ്ഞത് തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ സമൂഹത്തിൽ നിന്ന് നമ്മൾ
പ്രതീക്ഷിക്കുന്നത്, അതായത് ഇത്തരം സമുദായത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും തരത്തിലുള്ള മാറ്റങ്ങളാണ്. ഇപ്പോൾ നേതാ പറഞ്ഞു വെച്ചതുപോലെ തന്നെ കൾച്ചറൽ എഫക്റ്റ് സ്ത്രീകളുടെ പള്ളിപ്രവേശനം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മളെ ആരാധനകൾ അല്ലെങ്കിൽ നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഈ കൾച്ചറൽ എഫക്റ്റ് നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം മറ്റു മതസ്ഥർ നമ്മളെ മതത്തിൽ പല ആളുകളും ആഘോഷിച്ച് വരുന്ന നേർച്ച പോലുള്ള സമ്പ്രദായം ഇസ്ലാമിലെ ഒരു ആഘോഷമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു ബേസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനൊന്നും ഇസ്ലാമികപരമായിട്ടൊരു അടിസ്ഥാനമില്ല. പക്ഷെ മറ്റുള്ള ആളുകൾ കാണുമ്പോൾ ഇത് ഇസ്ലാമിലെ ഒരു ആഘോഷമാണ്, പെരുന്നാൾ പോലെ ഒരു ആഘോഷമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഈ കൾച്ചറലി ഇസ്ലാമിലേക്ക് നേർച്ചന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പ്രമാണത്തിൽ യാതൊരു പിൻബലവും ഇല്ലാത്ത പിന്നീട് എപ്പോഴോ കടന്നു വന്നിട്ടുള്ള ഒരു ആചാരമാണ്. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ ഇന്ന് കേരളത്തിലൊക്കെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പല നേർച്ചകൾ നമ്മുടെ മറ്റ് സമുദായങ്ങൾ, നമ്മളെ ഇതര മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന അവരുടെ ഉത്സവ സീസൺ പോലെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളൊക്കെ സമുദായത്തിൽ നമ്മൾ കാണുന്ന കുറെ മുസ്ലിങ്ങളുടെ പേരിൽ നടക്കപ്പെടുന്ന ഒരുപാട് നേർച്ചകളൊക്കെ. അപ്പൊ കൃത്യമായിട്ട് അത് പിന്നീട് കടന്നു വന്ന പ്രവാചകന്റെ കാലത്തോ അതിനുശേഷമുള്ള സ്വഹാബികളോ ഒന്നും നമുക്കൊരു മാതൃകയും ഇല്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വിഷയം പറയുമ്പോൾ പലപ്പോഴും നമുക്ക് കമന്റുകളൊക്കെ അധിക സമയം വരുന്നതാണ്, നിങ്ങളിപ്പോ ചെയ്യുന്നത് പ്രമാണത്തിലുണ്ടോ? അപ്പൊ നമ്മൾ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അതേപോലെയുള്ള അങ്ങനത്തെ കുറെ ആചാരങ്ങൾ അതൊന്നും അപ്പൊ നിങ്ങൾ സമ്മേളനം നടത്തുന്നത് അങ്ങനെ കുറെ കമന്റുകളൊക്കെ രസകരമായ കമന്റുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അതേപോലെ നമ്മൾ ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ സ്ത്രീകൾ വന്നിരിക്കുന്നു. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പത്നിമാരായിട്ടുള്ള ആളുകൾ അവർ സഹാബാക്കൾക്ക് അറിവ് ഷെയർ ചെയ്ത് കൊടുത്തിരുന്ന ആളുകളാണ്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം പല സഹാബിമാരും അവരുടെ അടുക്കൽ വന്ന് സംശയ നിവാരണം വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇസ്ലാം സ്ത്രീക്ക് ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളത് നമ്മൾ സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ നമുക്ക് കമന്റ്സ് ആയിട്ട് കൂടുതലും വരുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മൾ ഇത്തരത്തിൽ പ്രമാണങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ. നിങ്ങൾ പുതുതായി ബിദ്അത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് വരല്. നിങ്ങൾ തുടങ്ങിയിട്ടുള്ള സമ്മേളനങ്ങൾ അല്ലെങ്കിൽ സംഘടന ഇതൊക്കെ നമ്മൾ നോർമലി പ്രദർശിപ്പിക്കല്, മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ മറക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മുഖം പ്രത്യക്ഷമാക്കിക്കൊണ്ട് ഇപ്പോ ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് കൃത്യമായിട്ട് ഇസ്ലാം അത് മുഖം മറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇല്ലാമ ലൊഹറ മിൻഹ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് വെളിവായതോ ഒഴികെ എന്ന് പറയുമ്പോൾ നമുക്ക് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളാണ് എന്ന് നമ്മൾ മറയ്ക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ കൃത്യമായിട്ടുള്ള വസ്ത്രധാരണ രീതി പിൻപറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇടപെടേണ്ട മേഖലകളിൽ ഇടപെടാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് സഹാബ വനിതകളുടെ ചരിത്രത്തിൽ നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ അത്തരത്തിൽ ഉള്ള പല ആശയങ്ങളും വിമർശനങ്ങളുമായിട്ട് നമുക്ക് നേരെ വരുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ സാംസ്കാരികമായിട്ടുള്ള ഈ എക്സ്ചേഞ്ചസിന്റെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാമിലി ലൈഫുകളിൽ പോലും ഇപ്പോൾ നമ്മളൊരു കുടുംബ സിസ്റ്റം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ അധികവും കൂടുതൽ വിമർശനങ്ങളായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഇപ്പോൾ ഒരു പുരുഷൻ തൻ്റെ കുടുംബത്തിൽ വളരെ പവറുള്ള ഒരാളും സ്ത്രീ പാട്രിയാർക്കിയുടെ കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇസ്ലാമികപരമായിട്ടുള്ളൊരു കുടുംബ സംവിധാനത്തെ നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അവിടെ എന്തല്ല പാട്രിയാർക്കിക്ക് ഒരു പ്രൊമോഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ വളരെയധികം ഈ വിഷയത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മൾ വീട്ടു ജോലികളുടെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിലേക്ക് ഒരു സിസ്റ്റം എന്നനുസരിച്ച് ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവൾ എന്ത് ചെയ്യണം, വീട്ടുജോലികളൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം അടുക്കള എന്ന് പറഞ്ഞത് സ്ത്രീയുടെ ലോകമാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഒരു വിവാഹ പേടിക്കുള്ള മെയിൻ റീസൺ ആയിട്ട് പോലും ഇത് വരുന്നുണ്ട്. കാരണം ചെറുതിലെ ഇവർ കാണുന്നതും കേൾക്കുന്നതും സമൂഹം അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നതും നിങ്ങൾ കല്യാണം കഴിച്ച് വേറൊരു വീടുകളിൽ പോകാനുള്ളതാണ്, അവിടെ പോയിട്ട് ആ വീടുകളിൽ പണിയെടുക്കാനുള്ള ഒരാളുകളാണ് സ്ത്രീകൾ, പണിയെടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്, അവരെ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഇങ്ങനെ കേട്ട് വളർന്നൊരു കുട്ടിക്ക് സ്വാഭാവികമായിട്ട് വിവാഹം എന്ന് പറയുമ്പോൾ പേടി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടേണ്ടതുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിവാഹം എന്ന് പറഞ്ഞത് ശരിക്കൊരു
രണ്ടുപേരും ഒരു പാർട്ട്ണർഷിപ്പിൽ പോണത്, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച്. ഇപ്പം നബിനെയാണല്ലോ നമ്മൾ റോൾ മോഡലായിട്ട് എടുക്കുന്നത്. നബിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ തന്നെ നബി ഭാര്യമാരെ അടുക്കള പണിയിൽ സഹായിക്കാറുണ്ട്, വിറക് വെട്ടാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എവിടെ നമ്മൾ പറയാതെ സ്ത്രീകൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് വെച്ചാൽ ഇസ്ലാമിനെ പലരും വിലയിരുത്തുന്നതും വിമർശിക്കുന്നതും നമ്മുടെ സാംസ്കാരികപരമായിട്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിനെയും അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെയും വെച്ചിട്ടാണ്. ഇപ്പം ഇത്തരത്തിൽ പല സിനിമകൾ വരെ ഇതിന്റെ ബേസിൽ ദീനിനെ കളിയാക്കിക്കൊണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. പുതിയ സിനിമകള്, പല ആളുകളുടെ ഒരു പ്രധാന വിഷയം തന്നെ ഇതിനെ വിമർശിക്കലാണ്. ഇസ്ലാമിക ചുറ്റുപാടിലുള്ള അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കുടുംബ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഇണയെ ജോലികളിൽ സഹായിക്കുന്ന ഒരു ഭർത്താവ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുജോലികൾ ഷെയർ ചെയ്യുന്ന ഒരു കുടുംബത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു ബേർഡൻ ഒരാളുടെ തലയിൽ മാത്രം വെച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റമായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. വീട്ടുജോലികൾ ഒരിക്കലും സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. എന്നാൽ ഇത് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു, ഒരുപാട് സാംസ്കാരികപരമായിട്ടുള്ള പല സ്വാധീനങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിൽ വരുന്നുണ്ട്. നമ്മൾ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ വിമർശിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത്. ഇസ്ലാമിന് അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളും ഉണ്ട്, അടിസ്ഥാനങ്ങളും ഉണ്ട്. പക്ഷെ ഈ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇസ്ലാമിനെ കൂട്ടിക്കുഴച്ച് എന്നിട്ട് അതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ വിധികൾ, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാമിനെ മറന്നു പോവാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള ആ ഒരു ദീനിനെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ മുസ്ലിം സമുദായം പരാജയപ്പെട്ടിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊരു കാര്യം, ഇപ്പൊ ദീനീപരമായിട്ടുള്ള ഏതൊരു കാര്യവും നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് പ്രവാചകന്റെ മാതൃകയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അതിൽ അന്വേഷിക്കേണ്ടത്. അപ്പോൾ അതാണ് ഇസ്ലാം, ശരിയായ ഇസ്ലാം അതാണ്. നമുക്ക് പിന്നെ അതല്ല, നമ്മുടെ നാട്ടാചാരങ്ങളായിട്ട് ബന്ധപ്പെട്ട് എല്ലാത്തിനെയും നമ്മൾ എതിർക്കുകയല്ല അവിടെ ചെയ്യുന്നത്. നമ്മളുടെ അടിസ്ഥാനത്തിന് കോട്ടം സംഭവിക്കുന്ന ദീനിന്റെ ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന് കോട്ടം സംഭവിക്കാത്ത നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിനെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട്, ഒരു കൾച്ചറൽ ആയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും നിഷേധിച്ചുകൊണ്ട് നമുക്കൊരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ സ്വാഭാവികമായി അവിടെ വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. എന്നാൽ അതിനപ്പുറം നമ്മൾ തിരുത്തേണ്ടതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മതത്തിന്റെ പേരിലും മറ്റുമായിട്ട് നമ്മുടെ ഇതിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. അതിനെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ പ്രവാചകന്റെ സുന്നത്തിലേക്ക് തിരിച്ചു നടക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിനൊരു പരിഹാരമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകണം എന്നുള്ളത് നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നെയാണ് നമുക്കതിന് തെളിവായിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പൊ സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഇപ്പൊ അതായത് നമ്മളോട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ്, ഉലുൽ അംറായിട്ടുള്ള ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ശേഷം നമ്മൾ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ വിഷയത്തിൽ പരിഗണിക്കാം. അപ്പോൾ നമ്മൾ പൂർണ്ണമായി നമ്മൾ പണ്ഡിതാഭിപ്രായത്തിന് പിന്നാലെ പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കാരണം ആ പണ്ഡിതന്മാർ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട മദ്ഹബുകളുടെ കേസിലൊക്കെ നമ്മൾ പറയാറുണ്ട്, അവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് എന്നെക്കാൾ നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥ അഭിപ്രായങ്ങൾ നിങ്ങൾ അത് സ്വീകരിക്കണം. അതായത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ക്രോഡീകരിച്ചു എന്നതിലപ്പുറം അവർക്കും തെറ്റുകൾ പറ്റിയേക്കാം എന്ന് അവർ തന്നെ ആദ്യം തന്നെ പറയുന്നു, അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അതേസമയം നമ്മൾ അന്ധമായിട്ടുള്ള ഒരു അനുകരണമല്ല ഈ വിഷയത്തിൽ വേണ്ടത്. ഇനി നമുക്ക് ഫൈൻ തനാസാത്തും, നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്ന സംഭവങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അത് നമ്മൾ പാരമ്പര്യമുള്ള പണ്ഡിതന്മാരിലേക്കല്ല നമ്മൾ അവിടെ മടങ്ങേണ്ടത്, നമ്മൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. പിന്നെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പണ്ഡിതന്മാരെ നമ്മൾ ഫോളോ ചെയ്യുന്നതിൽ അതിൽ എന്ത് സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്നുള്ളത്, അതൊക്കെ ഒരുപാട് നീണ്ട ചർച്ചകളാണ്. നമ്മൾ അതിനെന്താണ് ഒരു പരിധി വെക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് നീണ്ട ചർച്ചകളാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആയിട്ട് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. കാരണം ഒരിക്കലും ഇത്തരത്തിലുള്ള സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് സ്വാധീനങ്ങൾ അത് നമുക്ക് തടയാൻ സാധ്യമല്ലാത്ത ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൃത്യമായ ദീനിനെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമുള്ള അന്വേഷണം,
അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പഠനമാണ് യഥാർത്ഥ ദീനിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാക്കുക എന്നതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പം നമ്മൾ കൾച്ചറൽ എഫക്റ്റിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡീപ്പായിട്ട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മറ്റ് മതങ്ങളുടെ ആഘോഷങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളൊക്കെ നമ്മളെ മതത്തിലേക്കും കയറി വരുന്നുണ്ട്. അതിന് വലിയൊരു എക്സാമ്പിളാണ് നബിദിനം എന്ന് പറഞ്ഞത്. ഇപ്പോൾ മറ്റു മതങ്ങളിൽ അവരുടെ വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജന്മദിനമായിട്ട് ഇപ്പോൾ ക്രിസ്മസും ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ പോലെയാണ് പൊതുവിലെ നമ്മളെ സമൂഹത്തിലും നബിദിനം കൊണ്ടാടുന്നത്. അതിൻ്റെ ആഘോഷതലങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരുപാട് സാമ്യതകൾ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പിന്നാമ്പുറത്തേക്ക് അന്വേഷിച്ച് പോയാൽ നമുക്ക് ഇതിലൊരു പ്രത്യേകിച്ചൊരു തെളിവും നമുക്ക് കാണാൻ സാധ്യമല്ല. നമ്മൾ ഒരുപാട് തവണയായിട്ട് കേട്ടിട്ടുള്ള സംഭവം കൂടിയാണിത്. കാരണം പ്രവാചകനോ അദ്ദേഹത്തിൻ്റെ സ്വഹാബിമാരോ ആഘോഷിക്കാത്ത, പിന്നീട് കടന്നു വന്ന ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള ആളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അവർ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അവർക്ക് ജനപ്രീതി ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലൊന്നും. അപ്പോൾ ഇസ്ലാമിന്റെ ബേസിലല്ലാതെ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന ഒരുപാട് ആചാരങ്ങൾ. അപ്പം അതിൽ ഇപ്പോൾ നബിദിനത്തിന് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ഇഷ്ടത്തിൻ്റെ പിന്നാലെയാണിത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതിനെ വല്ലാതെ ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബട്ട് അതൊരിക്കലും നമുക്ക് ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ ക്രിസ്മസ് പോലെ അല്ലെങ്കിൽ പിന്നെ അത് അവർ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ടാണ് ക്രിസ്മസ് അവർ ആഘോഷിക്കുന്നതെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്നത് പോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ അവർ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു എന്നുള്ള തരത്തിൽ ആണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പം ഇതൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് സംസ്കാരങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ള പല സംഗതികളും ആഘോഷമായിട്ട് കൊട്ടിഘോഷിക്കുന്ന രൂപത്തിൽ ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു നോർമലായിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ നമ്മൾ ശക്തമായി ഗൗരവകരമായിട്ട് ആലോചിക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ് എത്രത്തോളം മറ്റ് മതങ്ങളുടെ ആചാരങ്ങളും ആഘോഷങ്ങളും നമ്മളിലേക്ക് എത്തുന്നു, നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത്. അത് നമ്മൾ പൂർണ്ണമായി അവരുടെ ആഘോഷങ്ങളെ അവരുടെ ആചാരത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അവരുടെ വിശ്വാസത്തെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ എന്നാൽ നമ്മൾ നമ്മുടെ ദീന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്നുള്ളൊരു പൂർണ്ണമായ ബോധ്യവും അതിനനുസരിച്ചായിരിക്കണം ഈ വിഷയങ്ങളിൽ നമ്മുടെ നിലപാടും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് വ്യക്തികളിലായിക്കോട്ടെ അല്ലെങ്കിൽ ട്രെൻഡുകളിലായിക്കോട്ടെ സംസ്കാരങ്ങളിലായിക്കോട്ടെ മാറ്റങ്ങൾ വന്നു പോയേക്കാം. പക്ഷേ യഥാർത്ഥ ദീനിൽ എന്തെങ്കിലും ഒരിക്കലും മാറ്റങ്ങൾ വരില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളിലോ അല്ലെങ്കിൽ മൂല്യങ്ങളിലോ അല്ലെങ്കിൽ അതിൽ കൂടിച്ചേർക്കലുകളോ വെട്ടിത്തിരുത്തുകളോ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മതം എന്ന് പറയുന്നത്, ഇതിൻ്റെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സൃഷ്ടാവായിട്ടുള്ള പടച്ചവനാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അതിലൊരു പാകപ്പിഴവുകളോ അല്ലെങ്കിൽ വെട്ടിത്തിരുത്തലുകളോ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയെ അടിസ്ഥാനമാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു സമുദായത്തെ കണക്കിലെടുത്തുകൊണ്ടോ അല്ല. യഥാർത്ഥ ദീൻ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുക. അത് മാത്രമാണ് ഇതിനുള്ളൊരു പരിഹാരം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.